നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ സൂപ്പർ കപ്പിൽ ടോട്ടനാം ഹോട്ട്സ്പറിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് PSG കിരീടം ചൂടിയിരിക്കുകയാണല്ലോ. ഈ കിരീട നേട്ടത്തെ കുറിച്ച് PSG കോച്ച് ലൂയിസ് എൻറിക്ക് പറയുന്നത്, ഞങ്ങൾ ഇത് അർഹിച്ചിട്ടില്ല, ഞങ്ങൾ അർഹിച്ച കിരീടമല്ല ഇത്. 80 മിനിറ്റ് നേരം ഞങ്ങൾ വളരെ മോശമായിട്ടാണ് കളിച്ചത്. അവസാന 10 മിനിറ്റിൽ ലക്കി ഭാഗ്യം ഞങ്ങളെ തുണച്ചു, അതുകൊണ്ട് കിട്ടിയ കിരീടമാണിത്. സ്പേഴ്സ് നന്നായി കളിച്ചു എന്ന് അംഗീകരിക്കുന്നു ലൂയിസ് എൻറിക്കെ. കളിക്ക് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഇങ്ങനെ പറയുന്നത്. കളിയിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 85 മിനിറ്റ് വരെ 2-0 മുന്നിലായിരുന്നു ടോട്ടനാം ഹോട്ട്സ്പർ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിനുശേഷം അലിയുടെ ഗോൾ വരുന്നു, പിന്നെ ഗോൺസാലോ റാമോസിൻ്റെ ഗോൾ ഇഞ്ചുറി ടൈമിൽ വരുന്നു. 2-2 സമനില. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-3 വിജയിച്ച് കയറിയത് PSG. ടോട്ടനാം 80 മിനിറ്റ് നന്നായി കളിച്ചതും അവരുടെ പ്ലാന് നടപ്പാക്കിയതുമൊക്കെ വെറുതെ ആയിപ്പോയി. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് കളിക്ക് ശേഷം ലൂയിസ് എൻറിക്ക് പറഞ്ഞത്. TNT സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, 80 മിനിറ്റ് നോക്കുക, ഞങ്ങൾ ഈ വിജയം ഞങ്ങൾ അർഹിച്ചിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ടോട്ടനാമാണ് ഈ മത്സരം വിജയിക്കാൻ അർഹിച്ചത്. കാരണം അവർ നല്ല ഫോമിലായിരുന്നു. അവർ കഴിഞ്ഞ 6 ആഴ്ചകളായിട്ട് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഗ്രേറ്റ് മാച്ച് അവർ കളിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 6 ദിവസമായിട്ടാണ് ഞങ്ങൾ ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്. സോ ഫുട്ബോൾ ചിലപ്പോൾ അൺഫെയർ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ആ 10 മിനിറ്റ് ഞങ്ങൾ, അവസാനത്തെ 10 മിനിറ്റ് ഞങ്ങൾ ലക്കിയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ 2 ഗോൾ അടിച്ചു എന്നുള്ളതാണ് ഈ ഒരു കളിയെ മാറ്റിമറിച്ചത്. എന്തായാലും എൻ്റെ പ്ലെയേഴ്സിന് വിശ്വാസമുണ്ടായിരുന്നു അവസാന മിനിറ്റ് വരെ. ഞങ്ങളുടെ സപ്പോർട്ടേഴ്സിനെ പോലെ തന്നെ എൻ്റെ പ്ലെയേഴ്സിനും അവസാന നിമിഷം വരെ വിശ്വാസമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജിയാൻലുഗി ഡൊണാരുമയെ ഒഴിവാക്കിക്കൊണ്ടാണ് യുവേഫ സൂപ്പർ കപ്പ് കളിക്കാൻ PSG പോയത്. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ അടക്കം കിരീടം ചൂടുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഡൊണാരുമയെ പുറത്തിരുത്തുന്നതിനെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഫുട്ബോൾ ലോകത്ത് വരുന്നുണ്ട്. അതൊരു ഭാഗത്ത്. പക്ഷേ ലൂക്കാസ് ഷെവലിയർ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റത്തിൽ പ്രകടനം നോക്കുക, അദ്ദേഹത്തിന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യ ഗോളൊക്കെ വരുന്നത്. അങ്ങനെ അത്ര നല്ലതല്ലാത്ത ചില ഘട്ടങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി. പക്ഷേ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അദ്ദേഹം സേവ് ചെയ്തു എന്ന കാര്യം കൂടി നോക്കണം. അപ്പോൾ ഇതിനെക്കുറിച്ച് കോച്ച് പറയുന്നത്, ഇത് ഒരു ബിഗ് പേഴ്സണാലിറ്റി കാണിക്കുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSG നിങ്ങൾ നിൽക്കണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി നിങ്ങൾ കാണിക്കണം. പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം അതവൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി എത്രത്തോളം മികച്ചതാണ് എന്ന് കാണിക്കുന്നതാണ് എന്നാണ് ലൂയിസ് എൻറിക്കെ പറയുന്നത്. PSG മിഡ്ഫീൽഡർ വിറ്റീഞ്ഞ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്, അത് ശരിക്കും പറഞ്ഞാൽ ഈ ടീമിൻ്റെ ഒരു ഡെഫിനിഷനാണ്. കാരണം ഒരാൾക്ക് ഒരു ഫെയിലിയർ പറ്റി, എന്നാൽ ബാക്കിയുള്ള കൊളീഗ്സ് ഒക്കെ നല്ല രൂപത്തിലേക്ക് തിരികെ വരാൻ വേണ്ടി അയാളെ സപ്പോർട്ട് ചെയ്യണം. അതാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് ഇൻക്രെഡിബിളി ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. സോ ഒരു ടീം എന്ന നിലയിൽ ഒരാൾ ഫെയിലായാൽ മറ്റേയാൾ സ്റ്റെപ്പപ്പ് ചെയ്യുക എന്നുള്ളതാണ് PSG വ്യത്യസ്തമാക്കുന്നത് എന്നുകൂടി ഇപ്പോൾ വിറ്റീഞ്ഞ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.